നമസ്കാരം. ട്രിട്ടന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ട്രിട്ടൺ നിങ്ങൾക്ക് വേണ്ടി ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസ് ഡീകോഡിങ്ങുമായി എത്തുകയാണ്. ഇതിനോടകം തന്നെ സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ സിലബസ് നമ്മൾ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീകോഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത, സിലബസിനെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ തന്നെ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിട്ടുള്ള ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട സിലബസിൻ്റെ വിശദമായിട്ടുള്ള അനാലിസിസും ഡീകോഡിങ്ങുമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും നെറ്റി ചുളിയും. കാരണം 2024 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം നടന്നു കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ താരതമ്യേന കുറഞ്ഞ് ചോദിച്ച ഒരു മേഖലയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സിലബസിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പാറ്റേൺ അവർ പറയുന്നുണ്ട് എങ്കിലും പലപ്പോഴും ഇതിൽ നിന്ന് മാറിപ്പോകുന്ന പ്രവണതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 5 മാർക്കാണ് സാധാരണഗതിയിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മുൻകാല പരീക്ഷകളിൽ ഇത് 8 മാർക്ക് വരെ ഉയർന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ നമ്മൾ കണ്ടത് മറ്റൊരു ട്രെൻഡാണ്. അതായത് ചോദ്യങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു, കുറയുന്നതാണ്. പക്ഷേ 5 മാർക്കിൻ്റെ ഒരു ഏരിയ എന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 7-8 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 1-2 മാർക്കൊക്കെ എന്ത് ചെയ്യാം, കുറയാം. ഇതൊരു വേരിയേഷനാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ പഠിക്കണം, ഏതെല്ലാം മേഖലകൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒന്നായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തോന്നുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ ഭാഗങ്ങളാണ് നമ്മുടെ PSC നമ്മളോട് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ ഓരോ വാക്കായിട്ട് നിങ്ങൾ ഇതിനെ പരിഗണിക്കുമ്പോൾ ഇത് എളുപ്പമാണ് എന്ന് തോന്നുമെങ്കിലും ഇതിനകത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തെല്ലാമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യമായി പഠിക്കേണ്ടതുമായ ഭാഗം ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകുന്നതിന് പിന്നിലൊരു കഥ തന്നെയുണ്ട്. ആ കഥ ഒരു ചരിത്രം പോലെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഇത് ഹിസ്റ്ററിയുമായിട്ട് കൂടി ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രധാനമായിട്ടും എന്തെല്ലാം നോക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ക്യാബിനറ്റ് മിഷൻ അടക്കമുള്ള മിഷനുകളെ കുറിച്ച് പഠിക്കണം. അതിൽ നിന്ന് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എങ്ങനെ രൂപം കൊണ്ടു എന്ന് നമ്മൾ പഠിക്കണം. അവിടെ ആദ്യത്തെ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കണം. താൽക്കാലികവും സ്ഥിരവുമായിട്ടുള്ള അധ്യക്ഷൻ, അതായത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു സ്ഥിരം സഭ എന്ന രീതിയിലേക്ക് രൂപീകരിക്കപ്പെടുന്ന സമയത്ത്, അതായത് ഇന്ത്യക്ക് അതിനു മുമ്പ് ഉണ്ടാവാത്ത ഒന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്ന നിയമങ്ങളിൽ നിന്ന് മാറി ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുന്ന ഒരു സഭ രൂപം കൊള്ളുമ്പോൾ ആ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തുകൊണ്ട് അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുകയും അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നതും അടക്കമുള്ള ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ 7 അംഗ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്നും ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേരുകളടക്കം ഒന്നിലധികം ഡിഗ്രി പ്രിലിംസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നതാര്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആളുകളുടെ പേരുകൾ പഠിക്കണോ, തീർച്ചയായിട്ടും പഠിക്കണം. വനിതകളുടെ പേരുകൾ പഠിക്കണം. മലയാളി വനിതകളെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ പേര് പഠിക്കണം. അതുകൂടാതെ 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റികൾ പ്രധാനമായിട്ടും ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവരായിരുന്നു അധ്യക്ഷന്മാരായിട്ടുണ്ടായിരുന്നത്. ഈ കമ്മിറ്റികളുടെ പേര് പഠിക്കാനുണ്ട്, തീയതികൾ പഠിക്കാനുണ്ട്. ടൈം ലൈൻ ഉണ്ടാക്കി തീയതികൾക്കനുസരിച്ച്, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം തൊട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്ന തീയതി 1949 നവംബർ 26. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിനുശേഷം നിലവിൽ വരുന്ന തീയതിയാണ് 1950 ജനുവരി 26. ഈ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന
തീയതികൾ വിശദമായിട്ട് പഠിക്കുന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭ. അപ്പോൾ രൂപീകരണം വേണം, ആദ്യ യോഗം തൊട്ടുള്ള സംഭവങ്ങൾ വേണം, പ്രധാനപ്പെട്ട വ്യക്തികൾ വേണം, തീയതികൾ വേണം. ഇത് ചേരുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ പ്രയോറിറ്റി ഏരിയ ആയിട്ട് തന്നെ കണ്ട് പഠിക്കേണ്ടുന്ന ഒരു മേഖലയാണ് എന്ത് എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിശേഷണങ്ങളുണ്ട്. അങ്ങനെയുള്ള വിശേഷണങ്ങൾ, അത് പറഞ്ഞിരിക്കുന്ന ആളുകൾ, വിമർശനങ്ങൾ, അത് പറഞ്ഞിരിക്കുന്ന ആളുകൾ, ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ഭാഗം എന്താണ് സെറ്റാകും. ഇനി അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ആമുഖമുണ്ട്. അപ്പം ഭരണഘടനയുടെ തുടക്കമാണ്. നമ്മൾ ഒരു ഭരണഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ആയിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ആശയമാണ് എങ്കിൽ പോലും ഇന്ത്യയുടെ ഭരണഘടനയിൽ നമ്മൾ കാണുന്ന ആമുഖം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുന്ന ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് വന്നത് എന്നത് തൊട്ട് ആമുഖത്തിലെ വാക്കുകളുടെ ക്രമം. അപ്പോൾ ആമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേ പദങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്. ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യലിസം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സോഷ്യലിസമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്. ഇതിനെ ജനാധിപത്യ സോഷ്യലിസം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് നമ്മൾ എവിടെ വേണ്ടി വരുന്നുണ്ട്, ആമുഖം എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പഠിക്കേണ്ടത് എന്നൊരാൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഹൈ പ്രയോറിറ്റിയാണ്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ്. ഭേദഗതി, ഇന്ത്യയുടെ ഭരണഘടന പ്രധാനമായിട്ടും ആമുഖം എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഒറ്റ തവണ മാത്രമാണ് ഭേദഗതി ചെയ്യപ്പെട്ടത്, 42ാം ഭേദഗതി. അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയുടെ ആമുഖത്തിന് നൽകിയിട്ടുള്ള നിർവചനങ്ങൾ, അല്ലെ, പൽക്കിവാലയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇതെല്ലാം പഠിക്കുമ്പോൾ ആമുഖം സെറ്റാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ശേഷം ആമുഖത്തിന് ശേഷം അടുത്തതായി പോകാൻ പോകുന്നതാണ് വൺ ഓഫ് ദി അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിനോട് ചേർത്ത് തന്നെ ഞാൻ സിറ്റിസൺഷിപ്പും പറയുന്നു. അപ്പോൾ സിറ്റിസൺഷിപ്പിൽ നിന്ന് ചോദ്യങ്ങൾ താരതമ്യേന അല്പം കുറവാണ്. പക്ഷേ പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണം. അപ്പോൾ ഈ പറയുന്നത് പോലെ പൗരത്വവും മൗലിക അവകാശങ്ങളും ചേരുന്നതാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകൾ വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ 15 എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വിവേചനം പാടില്ല എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിൽ തന്നെ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 15-3 സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത് വിവേചനമായി കണക്കാക്കില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെ. ഇപ്പോൾ 14 നമ്മൾ പറയുന്ന സമത്വത്തിന് മുമ്പിൽ, നിയമത്തിന് മുമ്പിലെ സമത്വത്തിന് തുല്യം, അതായത് ഗവർണർ, രാഷ്ട്രപതി പോലുള്ള പദവികൾക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ആ ഒഴിവ് നൽകിയിട്ടുണ്ട്, എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായി മനസ്സിലാക്കി വേണം ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്ത് ചെയ്യാനായിട്ട്, സമീപിക്കാനായിട്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവകാശങ്ങൾ. ഓരോ അവകാശങ്ങളായിട്ട് ഇപ്പോൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, അതിലെ ഓരോ ആർട്ടിക്കിളുകൾ, അതിലെ എക്സെപ്ഷനുകൾ അടക്കം പഠിക്കുന്നത് പോലെ പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് പഠിക്കണം. അതിൽ തന്നെ ആർട്ടിക്കിൾ 14, 19, 21, 21A, 32 തുടങ്ങിയ ആർട്ടിക്കിളുകൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഈ ആർട്ടിക്കിളുകൾ തന്നെ എടുത്ത് ചോദിക്കാം, ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു മേഖലയാണ് അവകാശങ്ങൾ. ഇനി റിട്ടുകളിലേക്ക് പോയാൽ എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 32ഉം 226ഉം. അതുകൂടാതെ നമുക്കറിയാവുന്നതുപോലെ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യറി, പ്രൊഹിബിഷൻ അന്ന് തുടങ്ങി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട റിട്ടുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്. റിട്ടുകളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലികൾ നിർവഹിക്കാതിരിക്കുമ്പോൾ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്ന റിട്ടേർഡാണ്. അപ്പം നമ്മൾ പഠിക്കും മാൻ, ഡു, മസ്റ്റ്, അല്ലെ, മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. ഇങ്ങനെ ഓരോ റിട്ടുകളെയും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിലാണ് ആ റിട്ട് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ആ റിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. പിന്നെ പൗരത്വത്തിലേക്ക് വരുന്ന സമയത്ത് പൗരത്വം പലർക്കും ഒരു കീറാമുട്ടിയായിട്ടുള്ള മേഖലയാണ്. അപ്പോൾ പൗരത്വത്തെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എത്ര രീതിയിൽ നമുക്ക് പൗരത്വം ലഭിക്കും, ഏതെല്ലാം രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും എന്നത് മാത്രമല്ല,
പൗരത്വ നിയമമുണ്ട്. അപ്പോൾ ആ പൗരത്വ നിയമത്തിൽ തന്നെ 2019 വന്നിട്ടുള്ള ഭേദഗതിയുണ്ട്. അതേപോലെ തന്നെ OIC കാർഡുണ്ട്. ഇന്ത്യയിൽ അതായത് വിദേശ പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി പൗരത്വം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ രാജ്യം നൽകുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം വിശദമായി നമ്മൾ നോക്കേണ്ടി വരുന്ന മേഖലയാണ് എന്ത്, പൗരത്വം എന്ന് പറയുന്നത്. അപ്പോൾ പൗരത്വത്തിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പൗരത്വത്തിന് കൊടുത്തിട്ടുള്ള ചില മാനദണ്ഡങ്ങളാണ്. ഇപ്പൊ ഇന്ന തീയതി മുതൽ ഇന്ന തീയതി വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം പൗരത്വം ജനറലി മനസ്സിലാക്കണം, എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പഠിക്കണം. അതിനുശേഷം ഈ തീയതികളെ മാത്രം ഐസൊലേറ്റ് ചെയ്തുള്ള ഒരു അപ്രോച്ചിലൂടെ പൗരത്വത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ടാക്കിൾ ചെയ്യാൻ പറ്റൂ. വെറുതെ വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്, പൗരത്വം. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ഇത് മനസ്സിലാക്കാതെ ചാടിക്കേറിയിരുന്നാൽ ഒരുപാട് സമയം പോയതായിട്ടും തോന്നും, പഠിച്ചതൊന്നും മനസ്സിലായില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു ഏരിയയാണ് എന്ത്, പൗരത്വം. ഒരുപാട് ചോദ്യങ്ങൾ വരാറില്ല, പക്ഷെ പൗരത്വം എന്ന് പറയുന്നത് പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കൊണ്ടാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇനി അടുത്ത മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നിർദ്ദേശക തത്വങ്ങളുമുണ്ട്, അതേപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളുമുണ്ട് അല്ലെ. നമുക്കറിയാവുന്നത് പോലെ തന്നെ TPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ 36 മുതൽ 51 വരെയുള്ള ഭാഗത്താണ്. അത് അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണെന്നുള്ള ബേസിക്കിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് പല തരത്തിൽ നമുക്ക് നിർദ്ദേശക തത്വങ്ങളെ തരംതിരിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാവുന്നതുപോലെ നിർദ്ദേശക തത്വങ്ങളിൽ എന്തുണ്ട്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട്, ഗാന്ധിയൻ ആശയങ്ങളുണ്ട്, ലിബറൽ ഇന്റലക്ച്വൽ ആശയങ്ങളുണ്ട്. ഈ ഓരോ ആശയങ്ങളും ഏതൊക്കെയാണ് എന്ന് തരംതിരിച്ചു പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മേഖല കൂടിയാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡ്യൂട്ടീസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തതാണ് അല്ലെ. ഭരണഘടന ആദ്യം നിലവിൽ വരുമ്പോൾ ഉണ്ടാവാതിരുന്നൊരു ഭാഗമാണ് എന്ത്, നമ്മുടെ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഇത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് USSRൽ നിന്നാണെന്ന് തുടങ്ങി എന്താണ് ഈ പറയുന്ന മൗലിക കടമകൾ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമുക്ക് മൗലിക അവകാശങ്ങൾ പഠിക്കണം, നിർദ്ദേശക തത്വങ്ങൾ പഠിക്കണം, മൗലിക കടമകൾ പഠിക്കണം. അപ്പൊ എങ്ങനെ ഒരാൾ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ മൂന്നിനെയും എന്തൊക്കെ തരത്തിൽ തരംതിരിക്കാൻ പറ്റും. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന്റെ അധികാരപ്രയോഗത്തിൽ നിന്ന് ഒരു പൗരനെ സംരക്ഷിക്കുന്നതാണ്. അതായത് സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഗവൺമെന്റ് ഓവർ പവർ ചെയ്യുന്നതിൽ നിന്ന് എന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രത്യേകത. എങ്കിൽ DPSPയിലേക്ക് വരുമ്പോൾ, നിർദ്ദേശക തത്വങ്ങളിലേക്ക് വരുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഗവൺമെന്റിനുള്ളൊരു ഗൈഡ് ലൈൻ ആണ്, ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് എന്ത്, ഈ പറയുന്ന പോലെ DPSP വിസ്മരിച്ചുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ജനങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അപ്പോൾ ഭാവിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഒരു സ്വപ്നം കൂടിയാണ് നിർദ്ദേശക തത്വങ്ങളിൽ കാണുന്നത്. ഇനി എന്താണ് കടമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അവകാശങ്ങൾ ലഭിക്കുന്ന പൗരൻ രാജ്യത്തിന് തിരിച്ച് ചില കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കേണ്ടതിനെ കുറിച്ച് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗം. ഈ മൂന്നിനെയും തരംതിരിച്ച് എന്താണ് ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന രീതിയിൽ അനലിറ്റിക്കലി പഠിച്ചാലേ ഡിഗ്രി ലെവലിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നിർദ്ദേശക തത്വങ്ങളും മൗലിക അവകാശങ്ങളും തമ്മിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ കാലത്തും ഒരു മത്സരം ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് പരസ്പരം മത്സരമൊന്നുമില്ല, പക്ഷെ ഗവൺമെന്റിന് എപ്പോഴും എന്തിനോടാണ് താല്പര്യം എന്ന് ചോദിച്ചാൽ അത് DPSPയോടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്കറിയാം, മൗലിക അവകാശങ്ങൾ ഗവൺമെന്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നിർദ്ദേശക തത്വങ്ങളാണ് അവർക്ക് പ്രവർത്തിക്കാനുള്ള ചില ഡയറക്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഗവൺമെന്റ് എപ്പോഴും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്നത് എന്തിനെയാണ്? DPSP ആയിരുന്നു. ഇതൊരുപാട് കേസുകൾക്ക് കാരണമായിട്ടുണ്ട്. നമുക്ക് ആ കേസുകൾ വിശദമായിട്ട് പഠിക്കണം. നമ്മളെപ്പോഴും ഒരു കേസാണ് കേൾക്കാറുള്ളത്, കേശവാനന്ദ ഭാരതി കേസ്. എന്നാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഗോലക്നാഥ് തൊട്ട് പുറകിലേക്കും കേശവാനന്ദ ഭാരതിക്ക് ശേഷവുമായിട്ട് ധാരാളം കേസുകളുണ്ട്. ഇപ്പോൾ പുട്ടുസ്വാമി കേസ് വരെയുള്ള കേസുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് സ്വകാര്യതയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കേസുകൾ 1 by 1 ആയിട്ട് പഠിച്ച് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളെയും അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയും ഈ കേസുകൾ എങ്ങനെ സ്വാധീനിച്ചു എന്നും വിശദമായിട്ട് ഡിഗ്രി ലെവലിൽ പഠിക്കണം. പ്രത്യേകിച്ചും ഡിഗ്രിയുടെ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഈ മേഖലകളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ഇത്രയുമാണ് പഠിക്കേണ്ടത് എന്ന ധാരണ ഉണ്ടാക്കി ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ആയിട്ട് പോകേണ്ടത്. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വന്നാൽ
എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് മാത്രമല്ല നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങളുടെ റഫറൻസ് എന്തായിരിക്കണം, സോഴ്സ് എന്തായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ സഹിതം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തും എന്താണ് പഠിക്കേണ്ടതെന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളോട് പറയുന്നൊരു കാര്യം, ഹൈ പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ ഭേദഗതികളും അടിയന്തരാവസ്ഥയുമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം എന്ന കണക്കിന് ഡിഗ്രി പ്രിലിംസിൻ്റെ ഒട്ടുമിക്ക പരീക്ഷകളിലും ആവർത്തിച്ച് കാണുന്നൊരു മേഖല കൂടിയിട്ടാണ് ഇത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം 368 ആർട്ടിക്കിൾ തന്നെ പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പം 368 ഭരണഘടന എങ്ങനെയാണ് ഭേദഗതി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ മേജറായിട്ടുള്ള ഭേദഗതികൾ, ഇപ്പം 42ാമത്തെ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്ന ഈ ഭേദഗതി വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പം നമ്മൾ സ്റ്റേറ്റ്, യൂണിയൻ, അതേപോലെ കൺകറന്റ് ലിസ്റ്റുമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 42 അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ 42ാം ഭേദഗതി, 44ാം ഭേദഗതി, പഞ്ചായത്തി രാജ് നിലവിൽ വരാൻ കാരണമായ 73ാം ഭേദഗതി, അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട അതിനെ ഒരു മൗലിക അവകാശമാക്കി മാറ്റി 86ാം ഭേദഗതി, പിന്നെ 100ന് ശേഷം ഇങ്ങോട്ടുള്ള മേജറായിട്ടുള്ള എല്ലാ ഭേദഗതികളും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ പറയുന്നത് പോലെ ഭരണഘടനാ ഭേദഗതികളിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി 368 എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഓരോ തരം മെജോറിറ്റികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ മെജോറിറ്റികൾ ഏതെല്ലാമാണ് എന്ന് വിശദമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഭേദഗതികളിൽ തന്നെ പ്രധാന ഭേദഗതികളെ തെരഞ്ഞെടുത്ത് ആ ഭേദഗതികളിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എന്നതും വിശദമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് അടിയന്തരാവസ്ഥ അഥവാ എമർജൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന ഒരു ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ തന്നെ ജനാധിപത്യം താൽക്കാലികമായി ഒന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ സാഹചര്യമാണ് എമർജൻസി. അപ്പോൾ എന്തുകൊണ്ട് എമർജൻസി? ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭരണഘടനയിൽ എന്തിനാണ് എമർജൻസി വെച്ചിരിക്കുന്നത്? ആ എമർജൻസി ഏതെല്ലാം സാഹചര്യങ്ങളാണ്? ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ആർട്ടിക്കിൾ 352, 356, 360, അപ്പം നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അടിയന്തരാവസ്ഥയുണ്ട്. ഇത് ഓരോന്നും പ്രഖ്യാപിക്കുന്നത് ഏത് സാഹചര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇപ്പം ആർട്ടിക്കിൾ 358 ഉണ്ട്. ഇത് പ്രകാരം എങ്ങനെയാണ് നമ്മുടെ 19ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നത്? 358ഉം 359ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 358ൽ 19ാമത്തെ ആർട്ടിക്കിളിനെ കുറിച്ച് മാത്രം പറയുമ്പോൾ മറ്റു മൗലികാവകാശങ്ങൾ 20ഉം 21ഉം ഒഴിച്ചുള്ള മറ്റു മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ 359 വരുന്നത്. ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ആർട്ടിക്കിളുകളെ തന്നെ പഠിക്കേണ്ട ഒരു മേഖലയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, ഹൈ പ്രയോറിറ്റി ഏരിയ ആണ് എന്ത് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതികളും അടിയന്തരാവസ്ഥയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല പഞ്ചായത്തി രാജ്. അപ്പോൾ പഞ്ചായത്തി രാജിൻ്റെ കൂടെ ഞാൻ വേറൊരാളെ കൂടി വെച്ചിട്ടുണ്ട്. അത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മൊത്തം അരച്ചു കലക്കി കുടിച്ചില്ലെങ്കിലും ഒരു പ്രിലിംസ് ലെവലിൽ 3 ലിസ്റ്റുകളെക്കുറിച്ചും അതേപോലെ തന്നെ റെസ്യൂഡറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് ആദ്യം പഞ്ചായത്തി രാജ് നോക്കാം. 2 ഭേദഗതികളുണ്ട്, 73ഉം 74ഉം ഭേദഗതികൾ. അപ്പോൾ ഭരണഘടനയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ആ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ള കമ്മിറ്റികൾ, അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി തൊട്ട് ഇങ്ങോട്ടുള്ള കമ്മിറ്റികൾ, എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപപ്പെടുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തെല്ലാം തരത്തിലുള്ള ഭരണഘടനാ സംരക്ഷണം. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നിരിക്കുന്നത് ഈ ഭേദഗതിയിൽ നിന്നാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വന്നിരിക്കുന്നത് ഈ ഭേദഗതിയിൽ നിന്നാണ്. ഇതെല്ലാം വളരെ വിശദമായിട്ട് നോക്കേണ്ടുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 7ാം ഷെഡ്യൂളിൽ വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നത്, വിവിധ ലിസ്റ്റുകൾ കടന്നു വരുന്നത്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്,
കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. കേന്ദ്രത്തിന് മാത്രം നിയമം നിർമ്മിക്കാൻ പറ്റുന്ന ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, കൺകറന്റ് ലിസ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, 42ാം ഭേദഗതിയിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വന്നാൽ ഓരോ ലിസ്റ്റിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ലിസ്റ്റുകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കാണാതെ പഠിക്കലല്ല അവിടെ വേണ്ടത്, മനസ്സിലാക്കി പഠിക്കണം. എന്തുകൊണ്ടാണ് കാണാതെ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, ലിസ്റ്റുകളുടെ എണ്ണം വളരെ വിപുലമാണ്. അപ്പോൾ അതിലെ എല്ലാ വിഷയങ്ങളും കാണാതെ പഠിക്കാൻ പറ്റുമോ, ഇല്ല. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിന് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ഭരണഘടനയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കി വേണം ലിസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാൻ, അതിലെ പ്രധാന വിഷയങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഇനി അവസാനത്തെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സുമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ സിലബസിൽ എല്ലായിടത്തും നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഗ്രി ലെവലിൽ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്നൊരു വാക്ക് അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അർത്ഥം എന്താണ്, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പഠിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ CAG കുറിച്ച് പഠിക്കണം, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ആർട്ടിക്കിൾ മാത്രം കാണാതെ പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ പറയുന്നത് പോലെ തന്നെ ആർട്ടിക്കിളിനപ്പുറത്തേക്ക് അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, അവരുടെ ഫങ്ഷൻസ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഭരണഘടന അങ്ങനെ ഒരു സ്ഥാപനത്തെ സൃഷ്ടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തുക എന്നുള്ളതാണോ, അല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇലക്ഷൻ കമ്മീഷന് കുറേ റോളും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അധികാരങ്ങളും ആര് കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. ഇപ്പം ആർട്ടിക്കിൾ 329 നമ്മളൊരു ഷോർട്സ് തന്നെ അതിനെക്കുറിച്ച് ചെയ്തിരുന്നു. എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരങ്ങൾ ചില സമയങ്ങളിൽ കോടതികളോളം വരെ എത്തുന്നത്, അല്ലെ. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ കോടതികൾക്ക് വരെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്രയും വിപുലമായ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ UPSC, കേരള PSC. ഇപ്പം വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്, അല്ലെ, PSCയെ കുറിച്ചിട്ടൊക്കെ. ആ സമയത്ത് PSCയുടെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ കടന്നു വരാം എന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ സബ്ജക്റ്റിനെ എന്ത് ചെയ്യാനായിട്ട്, അപ്രോച്ച് ചെയ്യാൻ. അതേപോലെ തന്നെയാണ് ധനകാര്യ കമ്മീഷൻ. അതേപോലെ തന്നെ നിലവിൽ ഈ പറയുന്ന കമ്മീഷനുകളുടെയൊക്കെ ചെയർപേഴ്സൺമാരായിട്ട് ആരാണ് ഉള്ളത്, അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. ഇനി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അതിൻ്റെ ആർട്ടിക്കിളുകളും ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചുമതലകളും കാലാവധിയും എന്ത് ചെയ്യണം, കൃത്യമായിട്ട്. അതായത് ടേം എന്ന് പറയുന്ന സാധനം എപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് UPSCയുടെ കാര്യത്തിൽ അത് 6 വർഷം അല്ലെങ്കിൽ 65 ആണെങ്കിൽ സ്റ്റേറ്റ് PSCകളുടെ കാര്യത്തിൽ അത് 6 വർഷം 62 ആണ്. ഈ വ്യത്യാസങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി സമകാലികം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. പുതിയ നിയമനങ്ങൾ നടക്കും. അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലെ ആളുകൾ മാറുന്നുണ്ട്. ആ നിയമനങ്ങൾ സുപ്രീം കോടതിയുടെ ചരിത്രപരമായിട്ടുള്ള വിധി, ഇപ്പം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വ്യാപകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഇടപെടലുകളെക്കുറിച്ചും ആ വിധികളെക്കുറിച്ചും അതിൽ പരാമർശിക്കുന്ന ആർട്ടിക്കിളുകളെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പുതിയ ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നു, ആ ബില്ലുകളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടായിരിക്കണം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം 100-ന് ശേഷമുള്ള ഭരണഘടനാ ഭേദഗതി, ഇപ്പം നാരി ശക്തി വന്ദൻ അധിനിയമം എന്ന പേരിൽ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നൊരു നിയമം കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കേട്ടപ്പോൾ ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് അത് വരുന്നത് എന്ന് തൊട്ട് ആ ബില്ലിൻ്റെ എല്ലാ പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ഇവിടെയാണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള UPSC ലെവൽ അപ്രോച്ച് നമുക്ക് വേണ്ടുന്നത്. ഇപ്പം നമ്മൾ പത്രം വായിക്കുമ്പോൾ നിങ്ങൾ ആ പത്രത്തിൽ നിന്ന് ഫാക്റ്റുകൾ എഴുതുന്നതായിരിക്കും ഒരു 10th ലെവലിലെയോ +2 ലെവലിലെയോ കറണ്ട് അഫയേഴ്സിൻ്റെ അപ്രോച്ച് എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഈ പറയുന്ന ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോഴുള്ള മാറ്റം. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പത്രത്തിൽ വായിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ, ഇതിന് എന്താണ് ഭരണഘടനയുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ അവരെവിടെ രജിസ്റ്റർ ചെയ്യണം? അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നൊരു പാർട്ടി എങ്ങനെയാണ് ഒരു സംസ്ഥാന പാർട്ടിയായി മാറുന്നത്?
എങ്ങനെയാണ് ഒരു ദേശീയ പാർട്ടിയായിട്ട് മാറുന്നത്? ഈ സംസ്ഥാന പാർട്ടിയും ദേശീയ പാർട്ടിയുമായാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി വാർത്തയിൽ നിറയുമ്പോൾ ഈ പറയുന്ന പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് എലക്ഷൻ ആൻഡ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഭാഗം പഠിക്കാനുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ആണ്. കാരണം ചോദ്യം ഇടുന്ന ആളുടെ മനസ്സിലേക്ക് അത് ആദ്യം ഓടിയെത്താനുള്ള കാരണം റീസെന്റ് ആയിട്ട് നടന്ന സംഭവങ്ങളാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. PSCയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുന്നു. അപ്പോൾ PSCയിൽ നിന്നൊരു ചോദ്യം വരാം. ഗവർണർമാരെ കുറിച്ച് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ആ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഇങ്ങനെ ഇത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞതിനെല്ലാമുള്ള തെളിവ് നമ്മുടെ ട്രിക്ടറിൻ്റെ ചാനലിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2021 മുതൽ 25 വരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സിലബസ് ഡീകോഡിങ് കണ്ട ശേഷം ആ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ മേഖലയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്. ഇനി അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജോലി കുറച്ചുകൂടി എളുപ്പമാക്കി തരാം. എങ്ങനെയാണ് എളുപ്പമാക്കി തരാനായിട്ട് പോകുന്നത്? സിലബസ് വൈസ് ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. സാർ, ഞാൻ ഇതിൽ ഏതാണ് ആദ്യം പഠിക്കേണ്ടത്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? നോക്കിക്കോളൂ, 21നും 25നും ഇടയിലായിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിലെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഏരിയ എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതികളാണ്. 21% ചോദ്യം, ഏതാണ്ട് 4/1 ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഭേദഗതികളോട് റിലേറ്റ് ചെയ്തിട്ടാണ്. അടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അതേപോലെ തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ പറയുന്ന പോലെ DPSP ഡ്യൂട്ടീസ്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ 3 ഏരിയ ഒരു ബിഗ് 3 ആണ്. ഈ 3 ഏരിയയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിലബസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ 50% മുകളിൽ പകുതി എന്ന് പറയുന്നത് ഈ 3 പേരിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. എല്ലായിടത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഈ പറയുന്നത് പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന്, എമർജൻസി പ്രൊവിഷൻസിൽ നിന്ന്, അപ്പോൾ എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ 10% ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് ഏതാണ്ട് 13% വന്നിട്ടുണ്ട്. പഞ്ചായത്തി രാജ്, അതേപോലെ തന്നെ പ്രിയാമ്പിൾ ആൻഡ് സിറ്റിസൺഷിപ്പ്, പിന്നെ ലിസ്റ്റുകൾ മാത്രം 5% ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ചോദ്യങ്ങളുണ്ട്. കൂടുതൽ ഹൈ പ്രയോറിറ്റി ഏരിയ എന്ന് ചോദിച്ചാൽ ബിഗ് 3 എന്ന് ഞാൻ വിളിക്കുന്ന ഈ 3 പേരാണ്. അത് ഭരണഘടനാ ഭേദഗതികളാണ്, ഭരണഘടനാ നിർമ്മാണ സഭയാണ്, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും ചേരുന്ന ഭാഗത്തിനാണ് എന്ത് എന്ന് പറയുന്നത്? ഹൈ പ്രയോറിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് പഠിക്കും? നിങ്ങൾ ആലോചിച്ച് വെച്ചോ, ഈ പഠനത്തിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷനിൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന നിങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡ് എന്ന് പറയുന്നത് ഒരൊറ്റ ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്ക് പേര് സഹിതം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ പ്രയോഗത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പേരിൽ നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസിലെ ഒരു ടെക്സ്റ്റ് ബുക്കാണ്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിൽ ഒരെണ്ണം പഠിച്ചാൽ മതി. നിങ്ങൾ +2 ടെക്സ്റ്റ് ബുക്ക് ഒന്നും നോക്കാൻ പോകണ്ട. +1 ഈ ഒരൊറ്റ ബുക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ഈ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനെ വളരെയധികം സഹായിക്കും. പ്ലസ് ലക്ഷ്മികാന്ത് അല്ലെ, അപ്പോൾ ലക്ഷ്മികാന്ത് എന്ന് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ലക്ഷ്മികാന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഗൈഡാണ്. UPSC ആസ്പിരൻസിന് വേണ്ടി പൊളിറ്റി പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗൈഡാണ് ലക്ഷ്മികാന്ത് എന്ന് പറയുന്നത്. സാറേ, NCERT വായിക്കാതെ ലക്ഷ്മികാന്ത് മാത്രം വായിച്ചാൽ മതിയോ? പോരാ. NCERTയുടെ അപ്രോച്ചും ലക്ഷ്മികാന്തിൻ്റെ അപ്രോച്ചും ഡിഫറൻ്റ് ആണ്. NCERTയിൽ ഇന്ത്യൻ ഭരണഘടന പ്രയോഗത്തിൽ അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഭരണഘടനയെ ഫിലോസഫിക്കലായിട്ടാണ് സമീപിക്കുന്നത്. എന്തിനാണ് ഒരു ഭരണഘടന എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളിൽ NCERT പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ പ്രാക്ടിക്കലി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നുണ്ട്. NCERTയുടെ ഒരു പാരഗ്രാഫ് ഇങ്ങനെ ആരംഭിക്കും. ആ പാരഗ്രാഫിൽ 1 പോയിന്റോ 2 പോയിന്റോ കാണത്തുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇത്രയും. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് തുടങ്ങാൻ പോകുമ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞ പോയിന്റിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ പാരഗ്രാഫും ആരംഭിക്കുക. അപ്പോൾ NCERT ആദ്യമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് NCERT ബോറിംഗ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, വായിച്ചിട്ട് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ഇടയ്ക്കത്തെ പോയിന്റുകൾ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും.
അല്ലെങ്കിൽ NCERTയുടെ ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങിച്ചിട്ട് അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ ഇതിനിടയിൽ കിടക്കുന്ന പോയിന്റുകളിൽ നിന്നൊക്കെ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? സ്റ്റേറ്റ്മെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടേം അപ്രോച്ചിൽ ഡിഗ്രി ലെവൽ പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിലും എല്ലാം ചെയ്യാൻ പോകുന്നൊരു കാര്യം അതാണ്. NCERT പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് കവർ ചെയ്ത് അതിലെ പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം ബൈലിംഗലാണ്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് നോട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT പോയിന്റുകൾ മസ്റ്റാണ്. ലക്ഷ്മികാന്ത് മാത്രം പോരാ, NCERT ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങളുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ഒരൊറ്റ ടെക്സ്റ്റ് വായിച്ചാൽ മതി, ഇത് നിങ്ങളെ ധാരാളം സഹായിക്കും ഈ പരീക്ഷയിൽ എന്നതാണ്. വെറുതെ പറയുന്നില്ല, എല്ലാം വെറുതെ പറഞ്ഞു പോകുന്നതിന് പകരം നമ്മൾ ചുമ്മാ ഒരു ചോദ്യം എടുത്തിട്ട് ഇപ്പം വേണേൽ കാണിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ജസ്റ്റിസബിൾ ആണെന്ന് പറയുന്നുണ്ട്, അബ്സല്യൂട്ട് ആണെന്ന് പറയുന്നുണ്ട്, നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്, അമെൻഡബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ശരിയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിൽ ജസ്റ്റിസബിൾ ആണോ? ആണ്. അബ്സല്യൂട്ട് ആണോ? അല്ല. നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് ആണ്? യെസ്. അമെൻഡബിൾ ആണോ? ആണ്. അപ്പോൾ ഇതിൽ എന്താണ്, ഏതാണ്? ഓൺലി 2 ഈസ് ഇൻകറക്റ്റ് എന്ന് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എവിടുന്നാ വരുന്നത്, ഇതെങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കൂ, NCERTയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് NCERT തന്നിരിക്കുന്ന ചില വാക്കുകൾ നോക്കൂ. പരിപൂർണമോ അനിയന്ത്രിതമോ അല്ല എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മൗലികാവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ അബ്സല്യൂട്ട് എന്ന വാക്കല്ലേ വന്നത്? NCERTയിലെ കോപ്പി പേസ്റ്റ് ആണ് ഈ പറയുന്ന പല സാധനങ്ങളും എന്ന് നിങ്ങളോട് പറയുന്നതിൻ്റെ റീസണും ഇതാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടേക്ക് വീണിരിക്കുന്ന ഒരു ചോദ്യം പോലെയാണിത്. NCERT മസ്റ്റ് റീഡ് ആണെന്ന് പറയുന്നതിന് പിന്നുള്ള റീസൺ ഇതാണ്. ഇത് വായിക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. സാർ ഇതിപ്പോൾ ഞങ്ങളുടെ എല്ലാം ഗൈഡിലുണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതിന് ശേഷമാണ് പല ഗൈഡുകളും എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ഈ പോയിന്റുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇത് തന്നെ ചോദിക്കണമെന്നില്ല, മറിച്ച് NCERTയിൽ ഇതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഏതൊരു വാക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറാം. അപ്പോൾ NCERT വായിച്ചേ പറ്റൂ. NCERT കൂടി ചേർത്ത് പഠിച്ചാൽ മാത്രമേ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ സോഴ്സ് ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പഠിക്കാൻ പറ്റൂ. ഇപ്പം തന്നെ നോക്കിയേ, ആ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന NCERTയുടെ പല ഭാഗത്ത് കാണാം. ഇപ്പം മൗലിക അവകാശങ്ങൾ ലഭ്യമായ മറ്റവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതും സാധാരണ നിയമങ്ങളാണെങ്കിൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും രാജ്യത്തെ ഭരണഘടനയാണ്. ഇങ്ങനൊക്കെ തന്നെ പരീക്ഷയ്ക്ക് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പം അത് കിട്ടണമെങ്കിൽ NCERT എന്താണ്? മസ്റ്റ് റീഡ് ആണ് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഗോൾഡൻ പോയിന്റ് എന്ന് പറയുന്നത്. സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഈ സോഴ്സ് കൂടി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും, ചിലപ്പോൾ 8 ആയിരിക്കും. ഈ 8 ചോദിക്കുന്ന ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് പ്രിലിംസിൽ വലിയ അഡ്വാൻറ്റേജ് കിട്ടും. ഇനി പ്രിലിംസ് നിങ്ങൾ വിട്ടേര്, മെയിൻസിലേക്ക് വരുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ പോകുന്നില്ല, ചോദ്യങ്ങളുടെ നിലവാരം ഉയർന്ന് നല്ല ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ NCERT പ്ലസ് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നിങ്ങളെ തീർച്ചയായിട്ടും എന്തിൽ സഹായിക്കും? ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യുന്നതാണ്? സഹായിക്കുന്നതാണ് എന്ന് എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ അതേ സാധനങ്ങളുടെ വേറൊരു ഫോം ലക്ഷ്മികാന്തിലും എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സോഴ്സ് തപ്പിയൊന്നും നടക്കണ്ട, 2 സോഴ്സേ ഉള്ളൂ. NCERTയുടെ +1 ടെക്സ്റ്റ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് എന്തിനെ എടുക്കാം? ലക്ഷ്മികാന്തിനെ എടുക്കാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ലക്ഷ്മികാന്ത് ഒരു ഗൈഡാണ്. ഗൈഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലാംഗ്വേജ് കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ NCERT അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് പലർക്കും എന്ത് പഠിക്കാനായിട്ട്? ലക്ഷ്മികാന്ത് പഠിക്കാനായിട്ട്. പക്ഷേ ലക്ഷ്മികാന്തിൽ NCERTയിലെ എല്ലാ പോയിന്റും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അതുകൊണ്ട് എപ്പോഴും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഏതിൽ നല്ലത്? കോൺസ്റ്റിറ്റ്യൂഷന് നല്ലത്. അവിടെ നിങ്ങൾ 2നെയും ഉപയോഗിക്കണം, NCERTയും ഉപയോഗിക്കണം, ലക്ഷ്മികാന്തിനെയും ഉപയോഗിക്കണം. നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഇത് രണ്ടുമായിരിക്കും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവലിലെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ സിലബസ് മനസ്സിലായി, എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി, പ്രയോറിറ്റി ഏരിയകളും മനസ്സിലായി. അപ്പോൾ വൃത്തിയായി പഠിച്ചാൽ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട എംപ്ലോയ്മെൻറ്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, SI അടക്കമുള്ള ഗ്ലാമറസ് പോസ്റ്റുകളുള്ള ഒരു പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്.
തീർച്ചയായിട്ടും ഒഴിവുകൾ കുറവായിരിക്കും, കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പഠന നിലവാരം ഉയർത്തിയാൽ മാത്രമേ ആ പരീക്ഷകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ്. കാരണം കേരള PSC യിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ജോലികളൊക്കെ തന്നെയാണ് ഈ പരീക്ഷയിലുള്ളത്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങളെ സഹായിക്കും. ഈ രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ കൂടി കൃത്യമായിട്ട് ഉപയോഗിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഗുണകരമായിട്ടുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്